ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സി വളരെ സന്തോഷം. ഇന്ന് 1483 തോന്നുന്നു, 83-84 ഓഗസ്റ്റ് 12 2024 തിങ്കളാഴ്ച. സി നമ്മൾ ഇന്ന് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കാം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡുകളൊന്നാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിലെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഉണ്ടാവാന്നുണ്ട്. സി ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ നമ്മൾ തമാശയായിട്ടൊക്കെ മലയാളികളെ കുറിച്ച് പറയാറുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിയുന്നവരെ താങ്ക്സ് കാണില്ല, കിട്ടില്ല, കേൾക്കില്ല എന്നൊക്കെ. സി നന്നായി താങ്ക്സ് പറയുന്ന ആളുകൾ മലയാളികളുടെ കൂട്ടത്തിലുണ്ട്. നന്നായി നന്ദി പറയാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുടുംബങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ജനറലി നമ്മൾ താങ്ക്സ്, ഹാർട്ട്ഫുൾ താങ്ക്സ്, താങ്ക് യു സോ മച്ച് പറയുന്നതിൽ നമ്മൾ പൊതുവെ പുറകിലാണ് എന്നാണ് പക്ഷം. അതിൻ്റെ ബേസിക് റീസൺ നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ആക്ച്വലി നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ആളുകൾക്ക് താങ്ക്സ് പറയേണ്ടതുണ്ട് എന്നുള്ള എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓറഞ്ച് ആപ്പിളിൻ്റെ മെഗാ പ്രോഗ്രാം നടന്നു, 2 മണിക്കൂർ നീണ്ട പ്രോഗ്രാം. ആ പ്രോഗ്രാമിനകത്ത് ഞാൻ ആക്ച്വലി അന്നത്തെ സമയം ജനറലി ചിലവഴിച്ചത് നിങ്ങളിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് നിങ്ങൾക്ക് താങ്ക്സ് പറയാനാണ്. അതിൽ റഹിമ മാം, കൊയാക്ക, അതേപോലെ റഹ്മ മാം, റഹ്മാൻക്ക, ഓരോ ആളുകളെയും പേരെടുത്ത് മനസ്സിലാക്കാനും അവരെക്കുറിച്ച് പറയാനും അവരോട് താങ്ക്സ് പറയാനാണ് കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ സമയം ചിലവഴിച്ചത്. ആക്ച്വലി പർപ്പസ്ഫുള്ളി എന്നുള്ളതല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സ് പറച്ചിലായിരുന്നു. ആക്ച്വലി കാരണം നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് 10,500 ദിവസത്തോളമായി. 1,500ഓളം ദിവസമായിട്ട് നമ്മളുള്ള ഈ യാത്രയിൽ ഒരുപാട് ആളുകൾക്ക് നന്മ എത്തിച്ചു കൊടുക്കാൻ, നല്ലതിൻ്റെ മെസ്സേജ്, സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ നന്ദി പറയാൻ പ്രാക്ടീസ് ചെയ്യണം, അതിന് സമയം കണ്ടുപിടിക്കണം, പറഞ്ഞ് ശീലിക്കണം. പറയുന്നത് കളിയാക്കുന്നതിന് പകരം നല്ല ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറച്ചിലാവുകയും വേണം. ഇത്തരത്തിൽ നന്ദി പറയാനുള്ള ഒരു പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടാവുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, മികച്ച ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നന്ദി പറയാതിരിക്കുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ എന്ന് ചോദിച്ചാലാണ്. തീർച്ചയായിട്ടും നന്ദി പറയാതിരിക്കുന്നത് നെഗറ്റീവ് ആ പുള്ളിയോടൊന്നും താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പുള്ളിയോട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വലിയ അർത്ഥമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണാം ചുറ്റുവട്ടങ്ങളിലൊക്കെ. നമ്മൾ അതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര വലിയ പക്ഷെ നന്ദി പറയപ്പെടുന്ന ഒരാൾ പറയണം, എന്നോട് നിങ്ങൾ നന്ദി പറയേണ്ടതില്ല, എനിക്ക് നന്ദിൻ്റെ ആവശ്യമില്ല, ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇന്ന ആളോട് നന്ദി പറഞ്ഞാൽ മതി. വിനയമുള്ള പോസിറ്റീവായിട്ടുള്ള പല ആളുകളും പറയാറുണ്ട്, എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ താങ്ക് യു എന്ന് പറയാൻ, നന്ദി എന്ന് പറയാൻ, താങ്ക്ഫുൾ ആകുവാൻ, ഹൃദയത്തിൽ നിന്ന് താങ്ക്ഫുൾ ആകുവാൻ ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ചാലഞ്ചിങ് ആണ്. ഉദാഹരണം, നമ്മൾ കുടയുടെ കാര്യം പറയാം. ഒരു കുടയില്ലാത്ത ഒരാൾക്ക് നല്ലൊരു കുട കൊടുത്തു, അദ്ദേഹത്തിന് മഴയത്ത് ചൂടാനും, നല്ല മഴയത്ത് ചൂടാനും, വെയിലത്ത് ചൂടാനും ഒക്കെ അത് പറ്റി. ആ സമയത്തൊക്കെ ആ കുട തന്ന ആളെ ഓർത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കുട കേടുവന്ന് ആ കുട നന്നാക്കുവാൻ കൊണ്ടുപോയ സമയത്ത് അതിന് ഇത്ര ചെലവ് വന്നു. ആ സമയത്ത് കുട കൊടുത്ത ആളോട് നന്ദി തോന്നുകയോ അതോ അയാളോട് വെറുപ്പ് തോന്നിയോ, ദേഷ്യം തോന്നിയോ എന്നുള്ളത് വെറുതെ സാന്ദർഭികമായിട്ടൊരു ചോദ്യം ചോദിച്ച. അപ്പോൾ പലപ്പോഴും നമ്മൾ നന്ദിപൂർവം സ്മരിക്കേണ്ട പല പ്രവൃത്തികളും, ഞാൻ ഒരുപാട് ദിവസം ഈ കുട ഉപയോഗിച്ചു എന്ന് നന്ദി പറയുന്നതിന് പകരം ഈ കുട എനിക്കൊരു ഭാരമായി, എനിക്ക് ഒരുപാട് കാശ് നഷ്ടമാക്കി എന്ന് പറയുന്നിടത്ത്. അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഓക്സിജനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. ഓക്സിജന് ശരിക്കും ഓക്സിജൻ ഒരു ഹെവി റേറ്റാണ് ചാർജ് ചെയ്യുക. അപ്പോൾ സമയമനുസരിച്ച് നമ്മൾ ശ്വസിച്ച് ഓക്സിജൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലുകാരോട് ഓക്സിജൻ്റെ ചാർജിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്സിജൻ ഫ്രീ ആയിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഓക്സിജൻ നൽകിയ യൂണിവേഴ്സൽ എനർജിയോട് നന്ദി പറയാൻ മറന്നുപോകും മനുഷ്യൻ. അപ്പോൾ നമുക്ക് നല്ല കാഴ്ച, നല്ല ഭംഗിയുള്ള നിറങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണുകൾ തന്ന യൂണിവേഴ്സൽ എനർജിയോട് നന്ദി പറയലും, ഇമ്പമാർന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്ന കാതുകൾ നൽകിയ യൂണിവേഴ്സൽ എനർജിയോട് നന്ദി പറയാനും,
സൗന്ദര്യവും ആരോഗ്യവും നൽകിയ യൂണിവേഴ്സിനോട് നന്ദി പറയാൻ, എനർജിയോട് നന്ദി പറയുവാനും, നമുക്ക് നമ്മളെ തന്നെ ആക്കി മാറ്റാൻ സഹായിച്ച നമ്മുടെ ഗുരുനാഥന്മാരെയും രക്ഷിതാക്കളെയും നമ്മുടെ ചുറ്റുപാടത്തിൽ നമ്മളെ വളർത്തുന്നതിൽ പങ്കുവഹിച്ചവരോടൊക്കെ നന്ദി പറയാനും, അങ്ങനത്തെ ആളുകൾ നൽകിയതിന് യൂണിവേഴ്സൽ എനർജിയോട് നന്ദി പറയാനും ഒക്കെ സാധിക്കുന്നത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള അപ്ഗ്രഡേഷനാണ്. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അടുത്ത മാസം സെപ്റ്റംബർ 5-ാം തീയതി, ഇന്ന് 12 ഓഗസ്റ്റ് 5-ാം തീയതി അധ്യാപക ദിനമാണ്. നമ്മളെ വളർത്തി പഠിപ്പിച്ച് നമുക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച് തന്ന അധ്യാപകർക്ക് ഒരു കത്തയക്കാനെങ്കിലും, ഒരു സമ്മാനം അയച്ചു കൊടുക്കാൻ, ഏറ്റവും ചുരുങ്ങിയത് ഒരു മെസ്സേജ് അയക്കാനെങ്കിലും സാധിച്ചാൽ, അത് നന്ദി സൂചകമായ ഒരു മെസ്സേജ് അയക്കാൻ സാധിച്ചാൽ അത് വലിയൊരു സംഭവമായിട്ട് മാറും. അത്തരത്തിൽ ജീവിതത്തിലെ നമ്മളുടെ ഓരോ വർഷത്തിലും, ഓരോ മാസത്തിലും, ഓരോ ദിവസത്തിലും നമ്മൾ വളർന്നു പോകുന്നതിൽ നമ്മളോട് ഏറ്റവും അധികം പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒത്തിരി ആളുകളോട് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് ഓരോ ദിവസവും സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് വലിയ വിജയമായിരിക്കും. അതാണ് പലപ്പോഴും നമ്മുടെ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ പഠിക്കാറുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെയിലി നമുക്ക് നമ്മളാവാൻ സഹായിച്ച ആളുകളോട്, അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അവരോട് നന്ദി പറഞ്ഞുകൊണ്ട്, കണ്ണടച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് താങ്ക്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വളരെ വലിയ ഗുണം ചെയ്യുമെന്ന് പറയാൻ കാരണം. ബി താങ്ക്ഫുൾ ഇൻ ആൾവേസ്, അറ്റ് ആൾവേസ് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കല്ല, നമുക്ക് റോഡിലൂടെ വണ്ടി പോകുന്ന സമയത്ത് മഴക്കാലത്ത് മഴക്കുഴിയിൽ വണ്ടി സ്പീഡിൽ ഓടിച്ച് തെറിപ്പിക്കാതെ പാസ് ചെയ്ത് പോയ ആളോട് നന്ദി പറയാനുണ്ട്. അയാളോട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ആളാണല്ലോ ആ ഡ്രൈവർ. അതുപോലെ ഒത്തിരി പല ആളുകളും നമ്മളറിയാതെ നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒത്തിരി താങ്ക്സ് പറയാൻ സാധിക്കും. ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സിന് വേണ്ടി ഓടുന്ന സമയത്ത് ബസ് അവിടെ ഓഫാക്കിയിട്ട് നിർത്തിയിട്ടിരിക്കുന്നത്, അദ്ദേഹം ബസ് സ്റ്റാർട്ട് ചെയ്യാത്തത് പോലും കണ്ണാടിയിലൂടെ പുറകിൽ നിന്ന് നമ്മൾ ഓടി വരുന്നത് കണ്ടുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ വന്നതിന് ശേഷം, നമ്മൾ കയറിയതിന് ശേഷമാണ് നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി പുറപ്പെടുന്നത്. ആ സമയത്ത് പലപ്പോഴും നമുക്ക് വേണ്ടി വണ്ടി നിർത്തിയിട്ടൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്ക് വണ്ടി കിട്ടി, താങ്ക് ഗോഡ് എന്ന് പറയും. പക്ഷെ വണ്ടി നിർത്തി തന്ന ആ കൂടെയുള്ള ബാക്കിയുള്ള ആളുകളോട് താങ്ക്സ് പറയാൻ പലപ്പോഴും കുറവായിരിക്കും. ഇങ്ങനെ താങ്ക്സ് പറയേണ്ട, എന്നാൽ നമ്മൾ പറയാൻ വിട്ടുപോകുന്ന, താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഫീൽ ഗുഡ് ഫാക്ടർ എക്സിബിഷന് എതിരായി നിൽക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ. അപ്പം നന്ദി പറയേണ്ട കുറേ ആളുകളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. ഓരോ ആളുകളോടും വളരാൻ പഠിപ്പിച്ച, വളർത്തിക്കൊണ്ടുവന്ന, നമുക്കിപ്പോൾ ബിസിനസ് പുഷ്പാമയം പറഞ്ഞു, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബിസിനസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനോട് നന്ദി പറയാനുണ്ട്. അവിടെ എത്തിച്ച ആളുകളോട് നന്ദി പറയാനുണ്ട്. പല ആളുകളും ഓരോ സ്ഥലത്തും വലിയ വരുമാനവും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒത്തിരി പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്, വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് വലിയ ആളുകളായി മാറി. അവരൊക്കെ പലപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് അയച്ച് നന്ദി പറയുന്നത് കാണാറുണ്ട്. പരിപാടികളിലൊക്കെ വന്ന് പ്രസംഗിച്ച് നന്ദി പറഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അത്തരത്തിൽ താങ്ക്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുവാൻ, അത്രയും താങ്ക്ഫുൾ ആയിട്ട് ചുറ്റുപാടുകളിലോട് താങ്ക്സ് പറഞ്ഞ് ചുറ്റുവട്ടത്തിനെ മറക്കാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അനുഗ്രഹങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു എന്നതല്ലാതെ ഒന്നും കുറയാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിലേക്ക് വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്ന നേതാക്കന്മാർ ജീവിച്ചിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, മനുഷ്യരെ, സ്വന്തം പ്രജകളെ കൊന്നു കഴിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരുന്ന രാജ്യത്ത് അത്തരത്തിലുള്ള നേതാക്കന്മാരൊന്നും ഇല്ലാതിരിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണാം. താങ്ക് ഗോഡ്. അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകൾ, പല രൂപത്തിലുള്ള പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള സർക്കാരുകളുള്ള എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പോൾ മികച്ച ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയത്, മികച്ച ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത്, മികച്ച അയൽവാസി ഉണ്ടായത്, അതേപോലെ മികച്ച നാടും മികച്ച ചുറ്റുപാടും ഉണ്ടായത്, മികച്ച ജീവിത സൗകര്യം ഉണ്ടായതിനോടൊക്കെ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞ് നന്ദി പറയേണ്ടിയിരിക്കുന്നു. സോറി. അത്തരത്തിൽ നന്ദി പറയുക എന്നുള്ളത് നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന് മനസ്സിലാക്കുക. അത് പറയാൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു സെഷനിൽ 2 കുട്ടികൾ പറഞ്ഞത് അവരുടെ മക്കൾ അവരോട് താങ്ക്സ് പറയാൻ പറയും.
ചെറിയൊരു കാര്യത്തിന് പോലും അവരോട് താങ്ക്സ് പറയാൻ പറയുന്നു. ആ താങ്ക്സും വെൽക്കമും ഒക്കെ പറഞ്ഞ് അവർ കുട്ടികൾ എവിടുന്ന് പഠിച്ചു, സ്കൂളിൽ പോകാത്ത കുട്ടിയൊക്കെ എവിടുന്ന് പഠിച്ചു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് അവിടെ നിന്ന് തന്നെ കുട്ടികൾ പഠിച്ചതായിരിക്കാം. സോ ഇറ്റ് ഈസ് സ്റ്റിൽ ഗുഡ്. അപ്പം വളരെ പോസിറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായി, പ്രോഗ്രസീവായി, പ്രൊഫിറ്റബിളായി ചിന്തിക്കുകയും വളരുകയും ഉയരുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയ തലമുറയുടെ ഒരു പോസിറ്റിവിറ്റി ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുത്താൽ പഠിച്ച് മനസ്സിലാക്കി പറയാൻ പറ്റാത്തതിന് അപ്പുറത്ത് പഠിപ്പിക്കാതിരുന്നിട്ട് പോലും ഇത് സ്വയം പഠിച്ച് പറയുന്ന അവസ്ഥ, അതൊരു വലിയ സംഭവമാണ്. അവിടെ വഴി ചോദിച്ച് വഴി പറഞ്ഞു കൊടുത്താൽ ആളോട് താങ്ക് യു പറയാതെ എന്നാൽ ഞാൻ പോയിക്കോട്ടെ ശരി എന്ന് പറയുന്നതിനപ്പുറം അയാളോട് നന്ദി പറയാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും, ബോഡിയിൽ ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എനർജി, എക്സൈറ്റ്മെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യും. ഇത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഓവറോൾ നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലെ എനർജി ഹൈ ആവാൻ സഹായിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ കെയറിങ് ആറ്റിറ്റ്യൂഡ് പഠിച്ചു, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അതേപോലെ തന്നെ സപ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡ്, അതേപോലെ ഒത്തിരി എക്സ്ട്രാ മെൽ ആറ്റിറ്റ്യൂഡ്, ഐ എം റെഡി ടു ഡു എനിത്തിങ് അറ്റ് എനി ടൈം ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള ഒത്തിരി ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് 1 by 1 ആയിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഏതൊക്കെയോ ആറ്റിറ്റ്യൂഡുകൾ ഇനിയും നമ്മളുടെ ആഡ് ചെയ്യാനുണ്ട്, ഡെവലപ്പ് ചെയ്യാനുണ്ട്, നർച്ചർ ചെയ്യാനുണ്ട്, ഇംപ്രൂവൈസ് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ അത്തരത്തിൽ നമ്മളുടെ ഓരോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയും ഇംപ്രൂവൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അത് മികച്ചൊരു വ്യക്തിത്വത്തെ ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പോൾ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ സൈക്കോളജി ഓഫ് ലിംഗിലെ ഒരു ടോപ്പിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മികച്ച വ്യക്തിത്വത്തെ നമ്മളിലൂടെ വാർത്തെടുക്കാൻ ഇത് സാധ്യമാകും, സഹായമാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു താങ്ക് യു പറയാൻ പോലും ചിലപ്പോൾ രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകും, ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് സമയം ഉണ്ടാവാറില്ല. അതിനകത്തൊരു ചെറിയ THANK 5 അക്ഷരങ്ങൾ, യു 8 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് താങ്ക് യു എന്ന് പറയാൻ പറ്റിയാൽ ഒരു വലിയ വിജയമാണ്. അതൊരു പ്രാക്ടീസാണ് ആക്ച്വലി. അപ്പം പ്രാക്ടീസിങ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് റെഗുലർ ആയിക്കോളും. ആ റെഗുലർ ആവുന്ന പ്രാക്ടീസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഗ്രാറ്റിറ്റ്യൂഡിനെ സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും അതുവഴി നമ്മളുടെ ഒരു പോസിറ്റിവിറ്റി ഇംപ്രവൈസ് ചെയ്ത് വരികയും ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ എനി ഹൗ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് ആൻഡ് ലവ് യു all the very best. We will see tomorrow. Bye. Thank you, sir. Thank you. Bye for now.